ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു ബഷീസ് ബയോ ക്ലാസ്സസ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചുകൊണ്ട് അതിൽ 80% മുകളിൽ സ്റ്റുഡൻസ് റിപ്ലൈ നൽകിയിരിക്കുന്നത് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യുകയും കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനേഷന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നും മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായും വിട്ടുപോകാൻ പാടില്ലാത്ത ഏതൊക്കെ ഏരിയാസാണുള്ളത്, പ്രധാനപ്പെട്ട കീ പോയിൻറ്റ്സ് എന്തൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ലിവിങ് ഓർഗാനിസംസിൽ കാണാൻ കഴിയുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതിൽ അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ്, ഷുഗേഴ്സ്, പോളിസാക്കറൈഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് തുടങ്ങി വിവിധങ്ങളായ ബയോമോളിക്യൂൾസ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാനുണ്ട്. ഇതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബയോ മൈക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ്. ബയോ മൈക്രോ മോളിക്യൂൾസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ബയോമോളിക്യൂൾസ് ദേ ആർ മോളിക്കുലാർ വെയ്റ്റ് ഈസ് ബിറ്റ്വീൻ 18 and 800 ഡാൾട്ടൺ. 18നും 800 ഡാൾട്ടണും ഇടയിൽ മോളിക്കുലാർ വെയ്റ്റുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോ മൈക്രോ മോളിക്യൂൾസ് എന്ന് പൊതുവെ പറയാറുള്ളത്. ഇതാണ് ആക്ച്വലി ബയോ മോളിക്യൂൾ എന്ന തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത 1000 ഡാൾട്ടന് മുകളിൽ മോളിക്കുലാർ വെയ്റ്റ് വരുന്ന ബയോമോളിക്യൂൾസിനെ നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന പ്രത്യേക രൂപത്തിൽ ഈ ചാപ്റ്റർ തന്നെ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ബയോമോളിക്യൂൾസിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് അമിനോ ആസിഡ്സിനെ കുറിച്ചാണ്. ഇതുകൂടാതെ ലിപ്പിഡ്സ്, ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ് എന്നിവയും ഈ കാറ്റഗറിയിൽ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും ഒരേ സമയം വരുന്ന മോളിക്യൂൾസിനാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജനറൽ ഫോർമുല നമുക്ക് ഇതുപോലെ സൂചിപ്പിക്കാം. കാർബണിൻ്റെ കൂടെ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബണിൻ്റെ കൂടെ കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. ഇതേ കാർബൺ ആറ്റത്തിൽ തന്നെ ഹൈഡ്രജൻ ആറ്റവും അതോടൊപ്പം ഒരു R കൂടെ കാണാൻ പറ്റുന്നു. R എന്നത് വേരിയബിളാണ്. ഈ വേരിയബിൾ ഗ്രൂപ്പായ R ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് വ്യത്യസ്ത തരം അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നത്. 3 അമിനോ ആസിഡുകളുടെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുണ്ട്. നിർബന്ധമായും ഇവ നമ്മൾ പരിചയപ്പെട്ടു വെക്കണം. ഒന്ന് ഗ്ലൈസീൻ ആണ്, മറ്റൊന്ന് അലാനിൻ, അതേപോലെ സിറൈൻ. ഏത് അമിനോ ആസിഡിലും കാർബോക്സിലിക് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും അതേപോലെ ഒരു ഹൈഡ്രജനും കാർബണിനൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച വേരിയബിളിൻ്റെ ഭാഗത്ത് ഹൈഡ്രജൻ വരുമ്പോൾ നമുക്കതിനെ ഗ്ലൈസീൻ എന്നും, അതേപോലെ തന്നെ ഇതേ വേരിയബിൾ ഭാഗത്ത് CH3 അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ നമുക്കതിനെ അലാനിൻ എന്നും, അതേപോലെ വേരിയബിളിൻ്റെ ഭാഗത്ത് CH2OH വരുമ്പോൾ നമുക്കതിനെ സിറൈൻ എന്നും ഓർത്തു വെക്കാം. അമിനോ ആസിഡുകൾ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അസിഡിക് അമിനോ ആസിഡ്സ്, ബേസിക് അമിനോ ആസിഡ്സ്, ന്യൂട്രൽ അമിനോ ആസിഡ്സ്. അതായത് ഒന്നിൽ കൂടുതൽ കാർബോക്സിലിക് ഗ്രൂപ്പ് വരുമ്പോഴാണ് അമിനോ ആസിഡ് അസിഡിക്കായി മാറുന്നത്. അതേപോലെ അമിനോ ഗ്രൂപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സമയത്ത് അത് നമുക്ക് ബേസിക് അമിനോ ആസിഡ് എന്നും, അതേസമയം ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിൽ ഗ്രൂപ്പും മാത്രമാണെങ്കിൽ അവയെ നമുക്ക് ന്യൂട്രൽ അമിനോ ആസിഡ് എന്നും ഓർത്തു വെക്കാം. വീക്ക് എക്സാമ്പിൾ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട്. അസിഡിക് അമിനോ ആസിഡ് ഗ്ലൂട്ടമിക് ആസിഡ് ആണ്, അതേപോലെ ബേസിക് അമിനോ ആസിഡ് ലൈസിൻ ആണ്, ന്യൂട്രൽ അമിനോ ആസിഡ് വാലൈൻ പോലുള്ള അമിനോ ആസിഡുകളാണ്. ഇതുകൂടാതെ അമിനോ ആസിഡുകൾക്കൊപ്പം ഒരു ബെൻസീൻ റിങ് കൂടെ കാണുകയാണെങ്കിൽ നമുക്കതിനെ ആരോമാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയാം. ടൈറോസിൻ, ഫിനൈൽ അലനീൻ, ട്രിപ്റ്റോഫാൻ പോലുള്ളവ ആരോമാറ്റിക് അമിനോ ആസിഡുകൾക്ക് എക്സാമ്പിളാണ്. ഇനി അമിനോ ആസിഡുകളുടെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. നമ്മുടെ ബോഡിക്ക് സ്വന്തമായി സിന്തസൈസ് ചെയ്യാൻ കഴിയാത്ത, അതേസമയം നമ്മുടെ ഡയറ്റിലൂടെ നിർബന്ധമായി സപ്ലിമെൻറ്റ് ചെയ്യേണ്ട അമിനോ ആസിഡുകളെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ലൈസീൻ, ലൂസീൻ, ഐസോലൂസീൻ പോലുള്ള അമിനോ ആസിഡുകൾ എസെൻഷ്യൽ അമിനോ ആസിഡാണ്. എന്നാൽ ഈ എസെൻഷ്യൽ അമിനോ ആസിഡുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോഡിക്ക് സ്വന്തമായി സിന്തസൈസ് ചെയ്യാൻ കഴിയുന്ന അമിനോ ആസിഡുകളെ നമുക്ക് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിക്കാം. ഇത്തരം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണെങ്കിൽ അവ നമ്മുടെ ഡയറ്റിലൂടെ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതില്ല. ഗ്ലൈസീൻ, അലാനിൻ, സിറൈൻ പോലുള്ളവയാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾക്ക് എക്സാമ്പിൾ. അമിനോ ആസിഡുകളിൽ നമ്മൾ പ്രധാനമായി ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം
അവയുടെ സ്വിറ്റർ അയോണിക് ഫോമാണ്. അതായത് അമിനോ ആസിഡിലെ കാർബോക്സിലിക് ഗ്രൂപ്പ് അതിന് അസിഡിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ അയോണുകളെ റിമൂവ് ചെയ്തുകൊണ്ട് COOH എന്നത് COO മൈനസ് ആയി മാറാനും NH2 എന്ന അമിനോ ഗ്രൂപ്പ് ബേസിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിന് H+ അയോണുകളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് NH3+ ആയി മാറാനും കഴിയും. അതുകൊണ്ട് തന്നെ അസിഡിക് ആൻഡ് ബേസിക് pH ഉള്ള സൊല്യൂഷൻസിൽ ഈ അമിനോ ആസിഡുകൾ ഒന്നുകിൽ COO മൈനസോ അല്ലെങ്കിൽ NH3+ ആയി മാറുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ന്യൂട്രൽ കണ്ടീഷനിൽ അമിനോ ആസിഡുകളിലെ COOH ഗ്രൂപ്പിൽ നിന്ന് H+ റിമൂവ് ചെയ്ത് COO മൈനസ് ആയി മാറുകയും ഈ H+ അയോണുകളെ NH2 ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് NH3+ ആയി മാറുകയും ചെയ്യുന്നു. ഒരേ സമയം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കാണാൻ കഴിയുന്ന ഈ അയോണിക് ഫോമിനെയാണ് സ്വിറ്റർ അയോൺ അല്ലെങ്കിൽ സ്വിറ്റർ അയോണിക് ഫോം ഓഫ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലിപ്പിഡ്സിനെ കുറിച്ചാണ്. ലിപ്പിഡ്സിനെ 3 കാറ്റഗറിയിൽ നമുക്ക് കാണാം. ഒന്ന് സിമ്പിൾ ലിപ്പിഡ്സ് ആണ്, അതേപോലെ തന്നെ മറ്റൊന്ന് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആണ്. ഇതുകൂടാതെ ഡിറൈവ്ഡ് ലിപ്പിഡ്സും കാണാൻ പറ്റും. സാധാരണഗതിയിലുള്ള ഓയിൽസൊക്കെ തന്നെ സിമ്പിൾ ലിപ്പിഡുകളായിരിക്കും. അതേസമയം സസ്യങ്ങളിലും മൃഗങ്ങളിലൊക്കെ കാണുന്ന കൊഴുപ്പെന്ന് പറയുന്നത് കോമ്പൗണ്ട് ലിപ്പിഡുകളും. ഇനി അതേപോലെ കൊളസ്ട്രോൾ പോലുള്ള പദാർത്ഥങ്ങൾ നമുക്ക് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്നും വിളിക്കാം. സിമ്പിൾ ലിപ്പിഡ്സ് ആണെങ്കിൽ അവ ഒന്നുകിൽ ഫാറ്റി ആസിഡ്സോ അല്ലെങ്കിൽ ഗ്ലിസറോൾസോ ആയിരിക്കും. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഫാറ്റി ആസിഡുകളെയാണ്. ഫാറ്റി ആസിഡുകളുടെ ജനറൽ ഫോർമുല RCOH ആണ്. ഈ R എന്നത് മിനിമം ഒരു മീഥൈൽ ഗ്രൂപ്പ് CH3 ആയിരിക്കണം. ഇനി അതിന് മുകളിലേക്ക് അത് 19 കാർബൺ ആറ്റംസ് വരെയാണ് സാധാരണഗതിയിൽ ഫാറ്റി ആസിഡുകളിൽ കാണാറുള്ളത്. എക്സാമ്പിളായി നമുക്ക് പാമിറ്റിക് ആസിഡിൽ 16 കാർബൺ ആറ്റംസ് കാണാം. CH3 CH2 14 ടൈംസ് COH. മറ്റൊരു എക്സാമ്പിളാണ് അരക്കിറ്റോണിക് ആസിഡ്. ഇതിൽ നമുക്ക് 20 കാർബൺ ആറ്റംസ് ആണ് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോളിനെ നമുക്ക് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് വിളിക്കാം. അതായത് പ്രൊപ്പൈൻ്റെ കൂടെ 3 OH ഗ്രൂപ്പുകൾ ചേർന്നിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇതുപോലെയാണ് സൂചിപ്പിക്കാൻ പറ്റുന്നത്. നമുക്കറിയാം 3 കാർബൺ ആറ്റംസ് വന്നാൽ ഇതിന് നമുക്ക് പ്രൊപ്പൈൻ എന്ന് വിളിക്കാം. ഇതിൽ ഓരോ കാർബൺ ആറ്റത്തിനൊപ്പവും നമുക്ക് ഹൈഡ്രോക്സി ഗ്രൂപ്പ് കാണാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഗ്ലിസറോളിനെ നമ്മൾ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ എന്ന് വിളിക്കുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചേരുമ്പോൾ നമുക്കതിനെ ഗ്ലിസറൈഡ്സ് എന്ന് വിളിക്കാം. അതായത് ഗ്ലിസറോൾ മോളിക്യൂളിനൊപ്പം ഒരു ഫാറ്റി ആസിഡ് ചേരുമ്പോൾ നമുക്കതിനെ മോണോഗ്ലിസറൈഡ് എന്നും, ഇനി അതേപോലെ ഗ്ലിസറോളിനൊപ്പം 2 ഫാറ്റി ആസിഡ്സ് ആണെങ്കിൽ ഡൈഗ്ലിസറൈഡ് എന്നും, ഗ്ലിസറോളിനൊപ്പം 3 ഫാറ്റി ആസിഡുകൾ വന്ന് ചേരുന്ന സമയത്ത് നമുക്കതിനെ ട്രൈഗ്ലിസറൈഡ് എന്ന് വിളിക്കും. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ട്രൈഗ്ലിസറൈഡിൻ്റെ സ്ട്രക്ചർ നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൽ R1, R2, R3 എന്നിവ 3 വ്യത്യസ്ത തരം ഫാറ്റി ആസിഡുകളെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഫാറ്റി ആസിഡുകളുടെയും ഗ്ലിസറോളുകളുടെയും ഒപ്പം മറ്റു ചില അഡീഷണൽ ഗ്രൂപ്പുകൾ കൂടെ വരുമ്പോൾ നമുക്കതിനെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടിച്ചേരുമ്പോൾ നമുക്ക് അത്തരം ലിപ്പിഡ്സിനെ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് വിളിക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് നൽകിയിരിക്കുന്നത് ലെസിത്തിൻ എന്നൊരു ഫോസ്ഫോ ലിപ്പിഡാണ്. ലെസിത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് നൽകിയിരിക്കുന്നത് കാണാൻ പറ്റും, എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഒരു ഫോസ്ഫോ ലിപ്പിഡാണ് ലെസിത്തിൻ എന്ന് ഓർത്തു വെക്കാം. ലിപ്പിഡ്സിൽ അവസാനമായി ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ഡിറൈവ്ഡ് ലിപ്പിഡിന് ഒരു എക്സാമ്പിളാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറും ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്ട്രക്ചർ നമുക്ക് എക്സാമിന് നേരത്തെ ചോദിച്ചതായി കാണാൻ കഴിയും. നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ബയോമോളിക്യൂൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൽ പ്രത്യേകത കാർബണും ഹൈഡ്രജനും ഓക്സിജനും 1:2:1 എന്ന റേഷ്യോയിലാണ് കാണാൻ കഴിയുന്നത്. ഗ്ലൂക്കോസ്, റൈബോസ് പോലുള്ള എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല നോക്കുന്ന സമയത്ത് C6H12O6 ആണ്. ഇവിടെ നമുക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും റേഷ്യോ 1:2:1 എന്ന് കാണാൻ പറ്റും. അതേപോലെ റൈബോസിൻ്റെ മോളിക്കുലാർ ഫോർമുല C5H10O5 ആണ്. ഇതും 1:2:1 റേഷ്യോ കീപ്പ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഏതായാലും ഈ 2 സ്ട്രക്ചേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇവയും സ്ട്രക്ചർ നൽകിക്കൊണ്ട് തിരിച്ചറിയാൻ ഒരുപക്ഷെ ചോദിച്ചേക്കാം. നൈട്രജൻ കണ്ടെയ്നിങ് സൈക്ലിക് കോമ്പൗണ്ട്സിനെയാണ്
നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്. നൈട്രജൻ ബേസസ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്നുകിൽ പ്യൂരിൻസ് ആകാം, ഇനി അല്ലെങ്കിൽ പിരിമിഡിൻസ് ആകാം. അഡിനിനും ഗ്വാനിനും പ്യൂരിൻസും, അതേപോലെ സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ എന്നിവ പിരമിഡിൻസുമാണ്. നമുക്ക് ഒരു പ്യൂരിൻ്റെയും ഒരു പിരമിഡിൻ്റെയും സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. പ്യൂരിൻ്റെ എക്സാമ്പിളായി നമുക്ക് അഡിനിനും പിരമിഡിൻ്റെ എക്സാമ്പിളായി യുറാസിലും നൽകിയിരിക്കുന്നത് കാണാം. നൈട്രജൻ ബേസുകൾക്കൊപ്പം ഷുഗർ മോളിക്യൂൾ കൂടി ചേരുമ്പോൾ നമ്മൾക്കതിനെ ന്യൂക്ലിയോസൈഡ്സ് എന്ന് വിളിക്കാം. ഇവിടെ ഏത് നൈട്രജൻ ബേസിനൊപ്പമാണോ ഷുഗർ മോളിക്യൂൾ ചേരുന്നത് അതിനനുസരിച്ചാണ് ന്യൂക്ലിയോസൈഡുകളുടെ പേര് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അഡിനിനൊപ്പം ഷുഗർ ചേരുമ്പോൾ നമുക്കതിനെ അഡിനോസിൻ എന്നും, അതേപോലെ ഗ്വാനിനൊപ്പമാണെങ്കിൽ ഗ്വാനോസിൻ, സൈറ്റോസിനൊപ്പമാണെങ്കിൽ സൈറ്റിഡിൻ, തൈമിനൊപ്പമാണെങ്കിൽ തൈമിഡിൻ, അതേപോലെ യുറാസിലിനൊപ്പമാണെങ്കിൽ യുറിഡിൻ. ഇവയാണ് ന്യൂക്ലിയോസൈഡ്സിന് എക്സാമ്പിളായി ഓർത്തു വെക്കേണ്ടത്. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ച റൈബോസ് ഷുഗർ ഓർത്തു വെക്കാം. ഈ റൈബോസിലെ 1ാമത്തെ കാർബൺ ആറ്റത്തിൽ അഡെനിൻ വരുമ്പോൾ നമുക്കതിനെ അഡിനോസിൻ എന്നും, ഇതേ പൊസിഷനിൽ യുറാസിലാണെങ്കിൽ അതിനെ യൂറിഡിൻ എന്നും മനസ്സിലാക്കാം. ന്യൂക്ലിയോസൈഡുകൾക്കൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ കൂടെ ചേരുകയാണെങ്കിൽ അവയെ നമുക്ക് ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിക്കാം. അതായത് നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നതാണ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് ചുരുക്കം. ന്യൂക്ലിയോടൈഡുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് DNA, RNA പോലുള്ള ന്യൂക്ലിക് ആസിഡുകളുടെ മോണോമറിക് യൂണിറ്റുകളാണ് ന്യൂക്ലിയോടൈഡുകൾ. ഏതായാലും നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോടൈഡ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ നൈട്രജൻ ബേസിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂക്ലിയോടൈഡുകളുടെയും പേര് നൽകുന്നത്. അതായത് അഡെനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ നമുക്കതിനെ അഡെനിലിക് ആസിഡ് എന്നോ ഇനി അല്ലെങ്കിൽ അഡിനോസിൻ ഫോസ്ഫേറ്റ് എന്നോ വിളിക്കാം. അതേപോലെ ഗ്വാനിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഗ്വാനിലിക് ആസിഡ്, അതേപോലെ സൈറ്റോസിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് സൈറ്റിഡിലിക് ആസിഡ്, ദെൻ തൈമിൻ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് തൈമിഡിലിക് ആസിഡ് ആൻഡ് യുറാസിൽ പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് യുറിഡിലിക് ആസിഡ്. അഡിനിലിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ അഡിനോസിൻ ഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്ക് നൽകിയത് കാണാം. നേരത്തെ പഠിച്ച പെൻഡോസ് ഷുഗറായ റൈബോസിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ അഡിനിൻ വന്നിരിക്കുന്നു, അങ്ങനെ അത് അഡിനോസിനായി മാറി. അതേപോലെ ഇതേ ഷുഗർ മോളിക്യൂളിൻ്റെ 5th കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ നമുക്കതിനെ അഡിനിലിക് ആസിഡ് അല്ലെങ്കിൽ അഡിനോസിൻ ഫോസ്ഫേറ്റ് എന്ന് വിളിക്കാം. മോളിക്കുലാർ വെയ്റ്റ് 1000 ഡാൾട്ടന് മുകളിൽ വരുന്ന ബയോ മാക്രോ മോളിക്യൂൾസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് പോലുള്ള പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ്, അവയുടെ പ്രത്യേകതയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പരിചയപ്പെടുത്തി. പ്രധാനമായും പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എന്നിവയാണ് ബയോ മാക്രോ മോളിക്യൂൾസിൽ വരുന്നത്. ഇതിൽ പലതിൻ്റെയും മോളിക്കുലാർ വെയ്റ്റ് എന്നത് എബൌട്ട് 10,000 ഡാൾട്ടൺ ആയിരിക്കുമെന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബയോ മാക്രോ മോളിക്യൂൾസിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത, ദേ ആർ ദ ഹെട്രോപോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ്. നേരത്തെ നമ്മൾ പഠിച്ച അമിനോ ആസിഡുകൾ പലതരത്തിലുണ്ട്. അത്തരം വ്യത്യസ്ത ഇനം അമിനോ ആസിഡുകൾ കൂടിച്ചേരുന്നത് കൊണ്ടാണ് അവയെ നമ്മൾ ഹെട്രോപോളിമർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു വെക്കാം, പോളിമറുകൾ 2 തരത്തിലാണ്, ഹെട്രോപോളിമറും ഹോമോപോളിമറും. ഒരു പോളിമറിലെ മോണോമറിക് യൂണിറ്റുകൾ ഒരേ തരത്തിലുള്ളതാണെങ്കിൽ നമുക്കതിനെ ഹോമോപോളിമർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റാർച്ച് എടുക്കുകയാണെങ്കിൽ അതിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രം റിപ്പീറ്റഡായി വരും. അല്ലെങ്കിൽ സെല്ലുലോസ് എടുക്കുകയാണെങ്കിൽ അവിടെയും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് മാത്രം റിപ്പീറ്റഡായി വരും. അത്തരം മോളിക്യൂൾസാണ് അല്ലെങ്കിൽ അത്തരം പോളിമേഴ്സാണ് ഹോമോപോളിമേഴ്സ്. എന്നാൽ പ്രോട്ടീൻ, DNA, RNA പോലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഇവയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവയിലെ മോണോമറിക് യൂണിറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോട്ടീൻ മോളിക്യൂൾ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് അതിൽ വ്യത്യസ്ത തരം അമിനോ ആസിഡ്സ്, ചിലപക്ഷെ ഗ്ലൈസിൻ ആകാം, ഷിറൈൻ, വാലൈൻ, ലൂസീൻ, ഐസോലൂസീൻ, ട്രിപ്റ്റോഫാൻ, അങ്ങനെ വ്യത്യസ്ത തരം അമിനോ ആസിഡുകളാണ് വൺ ആഫ്റ്റർ ദി അതർ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അവയെ നമുക്ക് ഹെട്രോപോളിമർ എന്ന് വിളിക്കാൻ കഴിയുന്നത്. പ്രോട്ടീൻ മോളിക്യൂൾസ് എന്നത് പോളിപെപ്റ്റൈഡ്സ് ആണെന്ന് പറയും. അതായത് ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. 2 അമിനോ ആസിഡുകൾ കൂടിച്ചേരുന്ന സമയത്ത് നമുക്കതിനെ ഡൈപെപ്റ്റൈഡ് എന്ന് വിളിക്കാം. എന്നാൽ അനേകം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന ഒരു ചെയിനാണ് പോളിപെപ്റ്റൈഡ് എന്ന് വിളിക്കുന്നത്. ഇതിലെ
അമിനോ ആസിഡ് യൂണിറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടിൻ്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കണം. പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട്, പ്രോട്ടീൻ അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട്? പെപ്റ്റൈഡ് ബോണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ വളരെ ചുരുക്കി വിവരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നേരത്തെ 3 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് നമ്മുടെ ഗ്രോത്തിനും ടിഷ്യൂ റിപ്പയറിങ്ങിനും ഉപയോഗിക്കുന്നു. ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ GLUT4 ആണ്. അതേപോലെ ഇൻഡസ്ട്രിയൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റും. കൊളാജൻ ആണ് എക്സാമ്പിൾ. ഇൻഫെക്ഷ്യസ് ഏജൻസിനെതിരായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസിനെതിരായി ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന മോളിക്യൂൾസായി പ്രവർത്തിക്കാൻ പറ്റും. അവ ആൻറ്റിബോഡീസ് ആണ്. ഇനി അതേപോലെ സ്മെല്ല്, ടേസ്റ്റ് പോലുള്ള റിസപ്റ്റേഴ്സായി പ്രവർത്തിക്കാൻ കഴിയാറുണ്ട്. ഇനി മറ്റ് ചില പ്രോട്ടീനുകൾക്ക് ഹോർമോണായും എൻസൈമായും പിഗ്മെൻസായും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റും. ഉദാഹരണമായി ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ഹോർമോണാണ്. ട്രിപ്സിൻ, പെപ്സിൻ പോലുള്ള എൻസൈമുകൾ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതേപോലെ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലെ കളറിംഗ് പിഗ്മെൻ്റ് ആണ്, അതൊരു പ്രോട്ടീനാണ്. ഇനി വൺ വേർഡിന് വരാൻ സാധ്യതയുള്ള 2 പോയിന്റ്സ് ഓർത്തു വെക്കാം. ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്, അത് കൊളാജനാണ്. അതേപോലെ തന്നെ ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ ഓർ ലിവിങ് വേൾഡ്, അത് റുബിസ്കോ എന്ന ഒരു എൻസൈമാണ്. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് റുബിസ്കോ. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ എക്സാമിന് പലപ്പോഴായി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീൻസ് 4 സ്ട്രക്ചറൽ ലെവൽസാണ് പ്രകടിപ്പിക്കുന്നത്. അവയെ നമുക്ക് പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് വിളിക്കാം. അമിനോ ആസിഡുകളെ ഒരു ലീനിയർ ചെയിൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇതിലെ ലെഫ്റ്റ് എൻഡിൽ ഫസ്റ്റ് അമിനോ ആസിഡും അതേപോലെ തന്നെ റൈറ്റ് എൻഡിൽ ലാസ്റ്റ് അമിനോ ആസിഡും കാണാൻ കഴിയും. ലെഫ്റ്റ് എൻഡ് അമിനോ ആസിഡ് നമുക്ക് N ടെർമിനൽ അമിനോ ആസിഡ് എന്നും അതേപോലെ റൈറ്റ് എൻഡ് അമിനോ ആസിഡിനെ C ടെർമിനൽ അമിനോ ആസിഡ് എന്ന് വിളിക്കാം. ഇത് നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ എങ്ങനെ നോക്കാം. ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പ്രോട്ടീനിലെ പോളിപെപ്റ്റൈഡ് ചെയിൻ ഒരു ഹെലിക്കൽ സ്ട്രക്ചറിലേക്ക് വൈൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ റൈറ്റ് ഹാൻഡഡ് ഹെലിക്സുകളാണ് പ്രോട്ടീനിൽ കാണുന്നത്. ഇതിനാണ് നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെർഷ്യറി സ്ട്രക്ചർ നോക്കാം. ടെർഷ്യറി സ്ട്രക്ചർ ആകുന്ന സമയത്ത് ഇതൊന്നുകൂടെ കോംപ്ലക്സിറ്റിയുള്ള സ്ട്രക്ചറാണ്. ഇവിടെ ഹെലിക്കൽ പോളിപെപ്റ്റൈഡ് ചെയിൻ വീണ്ടും ഫർദർ ഫോൾഡഡ് ഇൻടു എ ഹോളോ വൂളൺ ബോൾ. ഇത്തരത്തിൽ ടെർഷ്യറി സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് പലതരത്തിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റീസും പ്രോട്ടീൻ മോളിക്യൂൾസ് നിർവഹിക്കുന്നത് മനസ്സിലാക്കാം. അവസാനമായി ക്വാട്ടേണറി സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ടെർഷ്യറി സ്ട്രക്ചറിൽ കാണാൻ കഴിയുന്ന ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഒരുമിച്ച് വരുന്ന സമയത്താണ് നമുക്കതിനെ ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ ഹീമോഗ്ലോബിനൊക്കെ പ്രോട്ടീനിൻ്റെ ക്വാട്ടേണറി സ്ട്രക്ചർ കാണിക്കുന്നു. ഇവിടെ നമുക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കാണാൻ പറ്റും. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഇതിലെ ആൽഫ ചെയിനും ബീറ്റ ചെയിനും ഓൾറെഡി ടെർഷ്യറി സ്ട്രക്ചറിലാണ്. എന്നാൽ ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ ഹീമോഗ്ലോബിൻ്റെ ക്വാട്ടേണറി സ്ട്രക്ചറായി മാറുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചറിനെ ഒന്നുകൂടെ ഓർത്തു വെക്കാം. ലീനിയർ ചെയിൻ പ്രൈമറി, ഹെലിക്കൽ സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ, ഹോളോ വൂളൺ ലൈക്ക് സ്ട്രക്ചർ ടെർഷ്യറി സ്ട്രക്ചർ. ഇനി ഒന്നിൽ കൂടുതൽ ടെർഷ്യറി സ്ട്രക്ചേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ നമുക്കതിനെ ക്വാട്ടേണറി സ്ട്രക്ചറായി കണക്കാക്കാം. ബയോമാക്രോമോളിക്യൂൾസിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോളിസാക്കറൈഡ്സിനെ കുറിച്ചാണ്. പോളിസാക്കറൈഡ്സ് എന്നത് പോളിമേഴ്സ് ഓഫ് ഷുഗേഴ്സ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സ്. ഇതിലെ പോളിസാക്കറൈഡ്സിന് എക്സാമ്പിൾ സ്റ്റാർച്ച്, അതേപോലെ സെലുലോസ്, ഗ്ലൈക്കോജൻ, ഇനുലിൻ പോലുള്ളവയാണ്. ഇവയെല്ലാം തന്നെ ഹോമോപോളിമേഴ്സ് ആണ്. ഇതിലെ സ്റ്റാർച്ചും സെലുലോസും ഗ്ലൈക്കോജനും ഗ്ലൂക്കോസിൻ്റെ പോളിമറാണെന്ന് കാണാം. പക്ഷേ അവയുടെ അറേഞ്ച്മെൻറ്റ്സ് വ്യത്യാസമുണ്ട്. അതേസമയം ഇനുലിൻ എന്ന് പറയുന്നത് ഫ്രക്ടോസ് മോളിക്യൂളിൻ്റെ പോളിമറാണ്. ഇത് നമുക്ക് ചില കോംപ്ലക്സ് പോളിസാക്കറൈഡുകൾ ഓർത്തു വെക്കാം. ഉദാഹരണമായി N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ്റെ പോളിമറാണ് കൈറ്റിൻ. നമ്മൾ നേരത്തെ ആനിമൽ കിങ്ഡം പരിചയപ്പെട്ട സമയത്ത് ഫൈലം ആർത്രോപോഡയുടെ എക്സോസ്കെലിട്ടൺ ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൈറ്റിൻ ഒരു പോളിസാക്കറൈഡ് ആണ്. അതിൻ്റെ മോണോമറിക് യൂണിറ്റ് N-അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ ആണ്. പ്രോട്ടീൻ മോളിക്യൂളിൽ അമിനോ ആസിഡ് യൂണിറ്റുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടാണെന്ന് പറഞ്ഞു. ഇതേപോലെ പോളിസാക്കറൈഡ്സിൽ മോണോമറിക് യൂണിറ്റുകളായ ഷുഗേഴ്സിനെ അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സിനെ
പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇപ്പോൾ 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ അവ കൂടിച്ചേരുന്നു, അവയ്ക്കിടയിൽ ഫോം ചെയ്യുന്ന ഈ ബോണ്ടിനെ നമുക്ക് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കാം. ബയോമാക്രോ മോളിക്യൂൾസിൽ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ്, DNA ആൻഡ് RNA. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തി ന്യൂക്ലിക് ആസിഡ്സ് എന്നത് ന്യൂക്ലിയോടൈഡുകളുടെ പോളിമേഴ്സ് ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് എന്നത് ഷുഗർ മോളിക്യൂളും നൈട്രജൻ ബേസും അതേപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അടങ്ങിയതാണ്. ഇത്തരം അനേകം ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അവ ന്യൂക്ലിക് ആസിഡ്സ് ആയി മാറുന്നു. ന്യൂക്ലിക് ആസിഡ്സ് 2 തരത്തിലാണെന്നറിയാം. DNA ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് RNA റൈബോന്യൂക്ലിക് ആസിഡ്. DNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. അതുകൊണ്ട് ഈ ഒരു സ്ട്രക്ചറിനെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണ്. ഇതിനെ നമുക്ക് വാട്സൺ ക്രിക്ക് മോഡൽ ഓഫ് DNA എന്ന് വിളിക്കാം. DNAയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ബാക്ക് ബോണായി പ്രവർത്തിക്കുന്നത് ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നുള്ള ചെയിനാണ്. അതോടൊപ്പം തന്നെ ഈ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ ചുറ്റുഗോവണിയുടെ സ്റ്റെപ്സായി പ്രവർത്തിക്കുന്നത് നൈട്രജൻ ബേസ് ആണ്, നൈട്രജൻ ബേസുകളുടെ പെയേഴ്സ്. DNAയിൽ കാണാൻ കഴിയുന്ന നൈട്രജൻ ബേസുകൾ അഡെനിൻ, ഗ്വാനിൻ, താമിൻ, സൈറ്റോസിൻ എന്നിവയാണ്. യുറാസിൽ ആബ്സെന്റ് ആണ്, യുറാസിൽ RNAയിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഈ സ്ട്രക്ചർ നമുക്ക് ഓർത്തു വെക്കാം. നൈട്രജൻ ബേസുകളായ അഡെനിനും താമിനും ഇടയിൽ നമുക്ക് 2 ഹൈഡ്രജൻ ബോണ്ടുകളെയും ഗ്വാനിനും സൈറ്റോസിനും ഇടയിൽ 3 ഹൈഡ്രജൻ ബോൺസുമാണ് കാണുന്നത്. ഷുഗർ മോളിക്യൂളിനും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും ഇടയിൽ കാണുന്ന ഈ ബോണ്ടിനെ നമുക്ക് എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇതേ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് മറ്റൊരു എസ്റ്റർ ബോണ്ട് തൊട്ടടുത്ത ഷുഗറുമായും ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവയ്ക്കിടയിൽ 2 എസ്റ്റർ ബോണ്ടുകൾ കാണാൻ കഴിയുന്നു. സോ ഈ ബോണ്ടിനെ നമുക്ക് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാം. DNAയിലെയും RNAയിലെയും ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം ജോയിൻ ചെയ്യുന്ന ബോണ്ടിനെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നു. ന്യൂക്ലിക് ആസിഡ്സിൽ മറ്റൊരു ബോണ്ട് കൂടെ നമുക്ക് ഓർത്തു വെക്കാം. അതായത് നൈട്രജൻ ബേസിനും ഷുഗർ മോളിക്യൂളിനിടയിൽ കാണുന്ന ഈ ബോണ്ടിനെ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് റിയാക്ഷൻസിനെ കുറിച്ചും മെറ്റബോളൈറ്റ്സിനെ കുറിച്ചുമാണ് നമ്മുടെ ചാപ്റ്റർ ഇനി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന സം ടോട്ടൽ ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻസ്, അതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. ഈ മെറ്റബോളിസത്തിൽ പങ്കെടുക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിനെ നമുക്ക് മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. മെറ്റബോളൈറ്റ്സ് 2 തരത്തിലുണ്ട്, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇതിലെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഐഡന്റിഫയബിൾ ആയ ഫങ്ഷൻസ് ഉള്ള മോളിക്യൂൾസ് ആണ്, ബയോമോളിക്യൂൾസ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. സാധാരണഗതിയിൽ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളിൽ ആക്റ്റീവായി ഭാഗമാക്കാവുന്ന ഇത്തരം കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അമിനോ ആസിഡ്സ്, ഷുഗേഴ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ്, വിറ്റമിൻസ് ഒക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ്. നമ്മുടെ നോർമൽ മെറ്റബോളിക് റിയാക്ഷൻസിൽ നേരിട്ട് പങ്കെടുക്കാത്ത അല്ലെങ്കിൽ അവയുടെ ഫങ്ഷൻസ് കൃത്യമായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത അത്തരം മോളിക്യൂൾസിനെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൽക്കലോയിഡ്സ്, പിഗ്മെൻറ്റ്സ്, ടെർപ്പനോയിഡ്സ്, എസെൻഷ്യൽ ഓയിൽസ്, ടോക്സിൻസ്, ലെക്റ്റിൻസ്, ഡ്രഗ്സ് പോലുള്ളവ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ബയോമോളിക്യൂൾസിന് ഒരുമിച്ച് തന്ന് അവയെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളായി നൽകിയിരിക്കുന്ന ഈ ഒരു ഭാഗവും ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് പരിചയപ്പെടുന്നത് എൻസൈംസിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ് എൻസൈംസ്. പലതരത്തിലും എൻസൈംസിനെ കുറിച്ച് ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട്. എൻസൈംസിനെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പൊതുവെ എൻസൈംസ് എല്ലാം തന്നെ പ്രോട്ടീൻസ് ആണ്. എല്ലാ എൻസൈമുകൾക്കും എല്ലാ സബ്സ്ട്രേറ്റുമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഓരോ എൻസൈമുകൾക്കും സ്പെസിഫിക് ആയ സബ്സ്ട്രേറ്റിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. റൈബോസൈംസ് എന്നൊരു ടേം നിങ്ങൾ ഓർത്തു വെക്കണം. റൈബോന്യൂക്ലിക് ആസിഡ്സ് അല്ലെങ്കിൽ RNA which are acting as enzymes, they are called ribozymes. എന്തുകൊണ്ടാണ് എല്ലാ എൻസൈമുകൾക്കും എല്ലാ സബ്സ്ട്രേറ്റുമായി പ്രവർത്തിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻസൈമുകൾക്ക് സബ്സ്ട്രേറ്റുമായി അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. ഈ ആക്റ്റീവ് സൈറ്റും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചറും മാച്ചിങ് ആയാൽ മാത്രമേ എൻസൈംസും സബ്സ്ട്രേറ്റുമായി അറ്റാച്ച് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാനും എൻസൈമിന് കഴിയുകയുള്ളൂ. ഒരു എൻസൈമിന് എത്രത്തോളം ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ തോത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ പരിചയപ്പെടുത്തിക്കൊണ്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ജോയിൻ ചെയ്ത് കാർബോണിക് ആസിഡായി മാറുന്ന റിയാക്ഷൻ പരിചയപ്പെടുന്നുണ്ട്. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഈ റിയാക്ഷനെ എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന എൻസൈമാണ് കാർബോണിക് എൻഹൈഡ്രേസ്. ഈ കാർബോണിക് എൻഹൈഡ്രേസിൻ്റെ ആബ്സെൻസിൽ 1 മണിക്കൂർ കൊണ്ട് 200 മോളിക്യൂൾ കാർബോണിക് ആസിഡ് ഫോം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ
കാർബോണിക് എൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ ഇറ്റ് ക്യാൻ ഫോം 6 lakh molecules per second. എന്ന് വെച്ചാൽ 10 മില്യൺ മടങ്ങ് ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടാൻ കാർബോണിക് എൻഹൈഡ്രേസിന് കഴിയുന്നു. എൻസൈം ആക്ഷൻ്റെ കാറ്റലിറ്റിക് സൈക്കിൾ എങ്ങനെയെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഏരിയ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതായത് ഒരു ലോക്ക് ആൻഡ് കീ ഹൈപ്പോത്തിസിസ് ആണ് സാധാരണഗതിയിൽ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ സാധ്യമാകുന്നത്. അതായത് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രേറ്റ് ആദ്യം വന്ന് ജോയിൻ ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ എൻസൈം വേറെ സബ്സ്ട്രേറ്റ് വേറെയാണ്. അതിലൂടെ ഈ ഒരു റിയാക്ഷനിലൂടെ എൻസൈം സബ്സ്ട്രേറ്റും ചേർന്ന് ഒരു കോംപ്ലക്സായി മാറുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത സ്റ്റേജിൽ ഈ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റാക്കി മാറ്റാൻ വേണ്ടി എൻസൈം ശ്രമിക്കും. അതായത് ആ സമയത്തുണ്ടാകുന്നത് ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. ഫൈനലി എൻസൈം വേറെ പ്രോഡക്റ്റ് വേറെയായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ E+S gives ES, then gives EP, then finally E+P is available. Fill in the blanks എന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയോ വരാറുള്ള ഒരു ഏരിയയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് ഒരു എൻസൈമിന് റിയാക്ഷൻസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അവിടെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് ഏതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്തും സബ്സ്ട്രേറ്റ് മോളിക്യൂൾ നിലവിൽ അവ നിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ഒരു ഹൈ എനർജി ലെവലിലേക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. ഈ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ അവസ്ഥയിലേക്ക് സബ്സ്ട്രേറ്റ് മാറുന്നു. പിന്നീട് എനർജി കുറഞ്ഞുകൊണ്ടാണ് അവ പ്രോഡക്റ്റായി മാറുന്നത്. സാധാരണഗതിയിൽ കാറ്റലിസ്റ്റുകൾ ഇല്ലാതിരിക്കുമ്പോൾ, അതായത് എൻസൈം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പല മോളിക്യൂൾസിനും ഈ ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്യാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ വളരെ സ്ലോ ആയി നടക്കുന്നു. എന്നാൽ കാറ്റലിസ്റ്റ് വരുന്നതോടുകൂടി ഈ ആക്ടിവേഷൻ എനർജിയെ ലോവർ ചെയ്യാൻ കഴിയുകയും അതിലൂടെ കൂടുതൽ മോളിക്യൂൾസിന് ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തിച്ചേർന്ന് പ്രോഡക്റ്റായി മാറാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ മോളിക്യൂൾസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് വളരെ വേഗത്തിലുണ്ടാകുന്നു. മീൻസ് ആ റിയാക്ഷൻ്റെ വേഗത വർദ്ധിക്കുന്നു. ഇതാണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ഈ ഗ്രാഫും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എക്സാമിന് നമുക്ക് ഓർത്തു വെക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി എന്തൊക്കെയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ടെമ്പറേച്ചർ ആൻഡ് pH, കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റ്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചറും pHും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്നത് ഒരു പ്രത്യേക pHലും ടെമ്പറേച്ചറിലും മാക്സിമം കാണാൻ കഴിയും. ഈ ടെമ്പറേച്ചറിനെയും pHനെയും വിളിക്കുന്ന പേരാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. ഇതിൽ താഴെയുള്ള വാല്യൂ ടെമ്പറേച്ചർ ആണെങ്കിലും pH ആണെങ്കിലും, അതേപോലെ മുകളിലുള്ള pHും ടെമ്പറേച്ചറും ആണെങ്കിലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ എൻസൈം സാധാരണഗതിയിൽ ഡിസ്ട്രോയിഡായി മാറും. പലപ്പോഴും എക്സാമിന് ഈ ഗ്രാഫ് വെച്ചുകൊണ്ട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ടത്, റിയാക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വർദ്ധിക്കുമ്പോൾ വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു നിശ്ചിത ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയിലേക്ക് അത് നീങ്ങുന്നു. പിന്നീട് നമ്മൾ കൂടുതൽ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ദർ വിൽ ബി നോ ഫർദർ ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ദർ ആർ നോ ഫ്രീ എൻസൈം മോളിക്യൂൾസ് ടു ബൈൻഡ് വിത്ത് അഡീഷണൽ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ആഡഡ്. നമ്മൾ ആഡ് ചെയ്യുന്ന അഡീഷണൽ സബ്സ്ട്രേറ്റ് മോളിക്യൂളുമായി റിയാക്ട് ചെയ്യാൻ അത്രയും ഫ്രീ എൻസൈം മോളിക്യൂൾ ഇവിടെ ഇല്ലാതെ വരുന്നതാണ് ഒരു നിശ്ചിത കോൺസെൻട്രേഷന് ശേഷം റിയാക്ഷൻ പിന്നീട് സ്റ്റേഷനറിയായി മാറാൻ കാരണം. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഷട്ട് ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള മറ്റ് ചില കെമിക്കൽസിനെയാണ് നമ്മൾ ഇൻഹിബിറ്റർ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഇൻഹിബിറ്ററും അതേപോലെ തന്നെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ക്ലോസ്ലി സിമിലർ ആണെങ്കിൽ അത്തരം ഇൻഹിബിറ്റേഴ്സിന് നമുക്ക് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? ഇൻഹിബിറ്റർ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ബൈൻഡ് ചെയ്തുകൊണ്ട് പിന്നീട് സബ്സ്ട്രേറ്റിന് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് പോകുന്നു. ഇതിന് എക്സാമ്പിളായി നമുക്ക് സക്സിനേറ്റ് മോളിക്യൂളിനെ ഫ്യൂമറേറ്റ് ആക്കി മാറ്റേണ്ട എൻസൈമാണ് സക്സിനിക് ഡിഹൈഡ്രോജനേസ്. എന്നാൽ സക്സിനേറ്റിൻ്റെ അതേ സ്ട്രക്ചറുള്ള മറ്റൊരു കോമ്പൗണ്ടാണ് മെലോണേറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെലോണേറ്റിൻ്റെ പ്രസൻസിൽ സക്സിനിക് ഡിഹൈഡ്രോജനേസിന് പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം സക്സിനിക് ഡിഹൈഡ്രോജനേസുമായി മെലോണേറ്റ് ആക്ട് ചെയ്യുന്നു, പിന്നീട് സക്സിനേറ്റിന്
ഈ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നു ചേരാൻ കഴിയാതെ വരും. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഓർത്ത് നോക്കാം. മെലോണേറ്റ് എന്നത് സക്സിനിക് ഡിഹൈഡ്രോജിനേസിൻ്റെ ഒരു കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററാണ്. എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചറാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻസൈംസിനെ നമുക്ക് പ്രധാനമായും ഓക്സിഡോ റിഡക്റ്റേസ് അല്ലെങ്കിൽ ഡിഹൈഡ്രോജിനേസസ്, അതുപോലെ ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളേസസ്, ലയേസസ്, ഐസോമറേസസ് ആൻഡ് ലിഗേസസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇതിലെ ഓക്സിഡോ റിഡക്റ്റേസസ് എന്നത് ഒരു സബ്സ്ട്രേറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു സബ്സ്ട്രേറ്റിനെ ഓക്സിഡേഷൻ നടത്തുകയും ചെയ്യുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നടത്താൻ കഴിയുന്ന എൻസൈമുകളാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ട്രാൻസ്ഫറേസ് എന്നത് ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എസ് എന്ന സബ്സ്ട്രേറ്റിനൊപ്പമാണ് ജി എന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം എസ് ഡാഷ് കൂടെ പ്രവർത്തിക്കുന്നു. ആ സമയത്ത് എസ് ഡാഷിലേക്ക് ഗ്രൂപ്പ് നീങ്ങുകയും എസ് എന്ന സബ്സ്ട്രേറ്റ് ഫ്രീ ആകുകയും ചെയ്യുന്നു. ഹൈഡ്രോളൈസ് എന്ന എൻസൈമിന്റെ പ്രത്യേകത അവ ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻസ് ആണ് നടത്തുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിന്റെ കൂടെ വാട്ടർ കൂടെ കൂടിച്ചേർന്നുകൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് ഹൈഡ്രോളൈസ് ഉണ്ടാക്കുന്നത്. എന്നാൽ ലയേസസ് ഇതേപോലെയല്ല. ലയേസസിന്റെ പ്രത്യേകത എന്നത് ഒരു മോളിക്യൂളിനെ നോൺ ഹൈഡ്രോളിറ്റിക്കായി ബ്രേക്ക് ചെയ്യാനാണ് ലയേസുകൾക്ക് കഴിയുക. അതോടൊപ്പം തന്നെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആയതിനെ മാറ്റേണ്ടി വരും. ഇനി ഐസോമറൈസ് എന്ന് പറയുന്നത്, ഐസോമറൈസ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു സ്ട്രക്ചറിലേക്ക് മാറ്റാൻ കഴിയുള്ളവയാണ് ഐസോമറൈസ് എന്ന് മനസ്സിലാക്കാം. ഇനി ലിഗേസസ് എന്നുള്ളത് ബയോളജിക്കൽ ഗ്ലൂസ് എന്നറിയപ്പെടുന്ന എൻസൈമുകളാണ്. അതായത് രണ്ട് സബ്സ്ട്രേറ്റുകൾ അല്ലെങ്കിൽ രണ്ട് മോളിക്യൂൾസിനെ പരസ്പരം ജോയിൻ ചെയ്യുന്ന എൻസൈമുകളെയാണ് ലിഗേസസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് X+Y എന്നുള്ള രണ്ട് സബ്സ്ട്രേറ്റുകൾ ഉണ്ടായിരുന്നു. അവയോടൊപ്പം ATP മോളിക്യൂൾസിൻ്റെ ഉപയോഗത്തോടുകൂടി X+Yയെ XY ആക്കി മാറ്റി. ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അത് ADP ആയി മാറിയിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കോഫാക്ടേഴ്സ് കൂടെ പരിചയപ്പെടാനുണ്ട്. കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എൻസൈമിൽ കാണാൻ കഴിയുന്ന നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അതായത് ഒരു എൻസൈം ആക്റ്റീവായി മാറണമെങ്കിൽ അതിലൊരു നോൺ പ്രോട്ടീൻ പാർട്ട് കൂടെ വരും. ഇതിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് വിളിക്കുന്നത്. എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെ നമുക്ക് അപ്പോ എൻസൈം എന്ന് വിളിക്കാം. അപ്പോൾ അപ്പോ എൻസൈമും കോഫാക്ടറും ചേർന്നാലാണ് ആക്റ്റീവ് രൂപത്തിലുള്ള ഹോളോ എൻസൈമായി മാറുകയുള്ളൂ എന്ന് ചുരുക്കം. കോഫാക്ടർ പ്ലസ് അപ്പോ എൻസൈം, ഇത് പ്രോട്ടീൻ പാർട്ടാണ്, ഇനാക്റ്റീവ് ഫോമിലാണുള്ളത്. ഫൈനലി ആക്റ്റീവ് ഫോമിലുള്ള എൻസൈമായി മാറുന്നത് കോഫാക്ടറും അപ്പോ എൻസൈമും ചേരുമ്പോഴാണ്. ഇനി കോഫാക്ടേഴ്സ് 3 തരത്തിലാണ്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, മറ്റൊന്ന് കോഎൻസൈംസ്, അതേപോലെ മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ദേ ആർ ടൈറ്റ്ലി ബൗണ്ട് ടു അപ്പോ എൻസൈം. അതായത് അപ്പോ എൻസൈമുമായി എല്ലാ സമയവും നേരിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കുന്ന സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് കോഫാക്ടേഴ്സ്. ഇവിടെ പെറോക്സിഡേസ് അതേപോലെ കാറ്റലൈസ് പോലുള്ള എൻസൈം H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും ഓക്സിജനുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന എൻസൈമാണ് പെറോക്സിഡേസ്. ഇതിൽ ഹീം എന്നൊരു ഫാക്ടർ കാണാം. ഇതതിൻ്റെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. ഇനി കോഫാക്ടേഴ്സിൽ രണ്ടാമത്തത് കോ എൻസൈംസ് ആണ്. കോ എൻസൈംസിന്റെ പ്രത്യേകത ഇവ ട്രാൻസിയന്റ് ബൈൻഡിങ് മാത്രമേ അപ്പോ എൻസൈമുമായി നടത്താറുള്ളൂ. അതായത് എപ്പോഴാണോ റിയാക്ഷൻ നടക്കേണ്ടത് ആ സമയത്ത് ടെമ്പററിലി മാത്രം ജോയിൻ ചെയ്യുന്ന ഓർഗാനിക് മോളിക്യൂൾസ് ആണ് കോഫാക്ടേഴ്സ്. പല കോഎൻസൈമുകളിലും ദാറ്റ് കണ്ടെയ്ൻസ് വിറ്റമിൻസ് എന്നറിയാം. ഉദാഹരണമായിട്ട് NAD, NADP പോലുള്ള കോഎൻസൈമിൽ നിയാസിൻ എന്ന വിറ്റമിൻ അടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അവസാനമായി മെറ്റൽ അയോൺസ് ആണ് പരിചയപ്പെടുന്നത്. ഇത് എൻസൈമുമായി ഒരു കോഓർഡിനേഷൻ ബോണ്ട് ഉണ്ടാക്കുന്ന മെറ്റൽസ് ആയിരിക്കും. ഉദാഹരണമായിട്ട് കാർബോക്സി പെപ്റ്റിഡേസ് എന്ന എൻസൈം ആക്റ്റീവായി മാറണമെങ്കിൽ അതിൻ്റെ കൂടെ സിങ്ക് മോളിക്യൂൾ ആവശ്യമായി വരുന്നു. ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ടോപ്പിക്സും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ച് ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. തൊട്ടടുത്ത വീഡിയോയിലാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഇത് കഴിഞ്ഞ് നമുക്ക് മാർച്ച് മാസത്തിൽ തന്നെ +2 എക്സാം കൂടെ വരുന്നുവെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. +2വിൻ്റെയും പാഠഭാഗങ്ങൾ ഇതേപോലെ വളരെ ബ്രീഫായി ഡിസ്ക്രൈബ് ചെയ്യുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഈ ചാപ്റ്ററിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ വീഡിയോ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.